ലിസിയും പ്രിയദർശനും കുടുംബജീവിതം അവസാനിപ്പിച്ചത് മലയാളികളെ ഒരു തരത്തിൽ ഞെട്ടിച്ച സംഭവം തന്നെയായിരുന്നു. കാരണം ഇരുവരും അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ തന്നെയായിരുന്നു. പ്രിയദർശന്റെ ചില ബന്ധങ്ങൾ ലിസിക്ക് തീരെ അംഗീകരിക്കാൻ കഴിയാതിരുന്നതാണ് എല്ലാത്തിനും കാരണമായതെന്നാണ് പുറത്തുവന്ന വാർത്ത. അതോടെ ലിസി കടുത്ത തീരുമാനമെടുത്തു. പ്രിയദർശനെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു ലിസിയുടേത്. ഒരുപാട് ശ്രമിച്ചെങ്കിലും ലിസിയെ കൺവിൻസ് ചെയ്യാനോ പിന്തിരിപ്പിക്കാനോ പ്രിയദർശനായില്ല. പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും രണ്ടു വഴിക്കായി. മക്കൾ മാതാപിതാക്കൾക്കൊപ്പം അവരവരുടെ ഇഷ്ടത്തിനൊത്ത് ചിലവഴിച്ചു. മകന്റെ വിവാഹത്തിനാണ് ലിസിയും പ്രിയദർശനും വീണ്ടും ഒരുമിച്ചെത്തിയത്. ഒരു സമയത്ത് പ്രിയനു വേണ്ടി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് മതവും മാറി ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ടും ജീവിതം വിജയമായില്ല. ലിസിയുമായുള്ള വേർപിരിയൽ പ്രിയദർശനെ ഒരു രോഗിയാക്കി മാറ്റി എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തുവന്നത്. ഇപ്പോഴിതാ ലിസിയുടെ ചില ബന്ധങ്ങളെക്കുറിച്ച് മേജർ രവി പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. സിനിമയിൽ വന്ന കാലം മുതൽ മേജർ രവിക്ക് പ്രിയദർശനുമായും മോഹൻലാലുമായും അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഭാര്യമാരായ ലിസിയോടും സുചിത്രയോടും അങ്ങനെ തന്നെ. ഇരുവരെക്കുറിച്ചും മേജർ രവി അധികമൊന്നും ഇതുവരെ ആരോടും തുറന്നു സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരഭിമുഖത്തിൽ മേജർ രവി കുറേയധികം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലിസിയുമായി വളരെ അടുത്ത സൗഹൃദം തനിക്കുണ്ടായിരുന്നുവെന്നും എന്നാൽ ചില തെറ്റിദ്ധാരണകൾ മൂലം തങ്ങൾ പിന്നീട് അങ്ങോട്ട് അകന്നുവെന്നും മേജർ രവി വെളിപ്പെടുത്തി. എൻ്റെ ഗുരുനാഥനാണ് പ്രിയദർശൻ. ഞാനും പ്രിയേട്ടനും പലപ്പോഴും പല കാര്യങ്ങളിലും ഉടക്കാറുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി വന്നിട്ട് പ്രിയേട്ടൻ ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞാൽ ഞാനത് സഹിക്കില്ല. എൻ്റെ ഗുരുനാഥനുമായി ഞാൻ ഉടക്കുന്നത് ആധികാരികമായിട്ടാണ്. അത് പല കാര്യങ്ങളിലും അദ്ദേഹം തെറ്റ് ചെയ്താൽ ഞാൻ തുറന്നു പറയും. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ നിൽക്കാറില്ല. കാരണം അദ്ദേഹം തെറ്റ് തിരുത്തണം, അതിനു വേണ്ടിയാണ്. സുചിത്രയും ലിസിയുമായും അത്രയും നല്ല സുഹൃത്ത് ബന്ധമാണ് എനിക്കുള്ളത്. ഇവർക്ക് ഞാനൊരു സഹോദര തുല്യനും. കീർത്തിചക്ര സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും മറക്കാത്ത വ്യക്തികളാണ് ഇവർ രണ്ടാളും. ഇതിൽ ലിസി കൂടുതൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. സുജിയും അങ്ങനെ തന്നെ. കീർത്തിചക്ര ചെയ്യുന്ന സമയത്ത് ഒരു സീക്വൻസ് ബാക്കിയുണ്ട്. പെട്ടെന്ന് ആകെ ബോഡി പെയിനായി എനിക്ക്. ഡോക്ടറുടെ അടുത്ത് പോയപ്പോഴാണ് ചിക്കൻ ഗുനിയാണെന്ന് മനസ്സിലായത്. ലൊക്കേഷനിൽ പോയിട്ടും ഒന്നും ചെയ്യാൻ വയ്യ. ഞാൻ എന്നിട്ടും കഷ്ടപ്പെട്ട് മൈക്കിലൂടെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുകയാണ്. പ്രൊഡ്യൂസർ നോക്കുമ്പോൾ ഞാൻ മൈക്കിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അത്രയും വേദനയായിരിക്കുന്ന സമയമാണത്. എൻ്റെ അവസ്ഥ കണ്ടിട്ട് പ്രൊഡ്യൂസർ ചൗധരി സാർ പാക്കപ്പ് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് പല തെറ്റിദ്ധാരണകളും നാട്ടിൽ പ്രചരിച്ചു. ലാലിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. ലാൽ മണ്ടനാണ്. മോഹൻലാൽ ആകെ 17 ദിവസമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കുറേ പടങ്ങൾ പൊട്ടിപ്പോയി എന്നൊക്കെ. ഈ അവസരത്തിലാണ് ഞാൻ ലിസിയുമായി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. പല സമയത്തും ലിസി എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ചിക്കൻ ഗുനിയ കഴിഞ്ഞ സമയത്താണ് ലിസി എന്നെ കംപ്ലീറ്റ് റിലാക്സ് ചെയ്യിപ്പിച്ച ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ ഒരു മസ്ജിദിൽ കൊണ്ടുപോയി പൂജ ചെയ്യിപ്പിച്ചു എനിക്ക് വേണ്ടി. എന്നെ അത്രയ്ക്ക് അറിയാമായിരുന്നു ലിസിക്ക്. അത്തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ. എന്നാൽ ഇടയ്ക്കൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കിടയിലുണ്ടായി. എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഞാനത് തുറന്നു പറയും. ഈ രണ്ടുപേരും എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ്. സുജി ഇന്നും ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. മറ്റൊന്നും പറയാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പടം കണ്ടിട്ട് ഇന്നും ലിസി എന്നോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ട്. കീർത്തിചക്ര എന്ന പടം പ്രിയേട്ടനെ കൊണ്ടുപോയി കാണിക്കുന്നത് ലിസിയാണ്. എങ്ങനെയുണ്ട് അസിസ്റ്റൻ്റ് ചെയ്ത വർക്കെന്ന് പ്രിയനോട് ലിസി ചോദിക്കുന്നതും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മേജർ രവി ഓർത്തെടുക്കുന്നു.